ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഏറെ പരിചയമുള്ള രണ്ട് ആപ്ലിക്കേഷൻസാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ. ഒറീഡോ മണി ആപ്ലിക്കേഷൻ, സി വാലറ്റ് ആപ്ലിക്കേഷൻ. ഒറീഡോ മണി ആപ്ലിക്കേഷൻ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒറീഡോ മണി ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നിലവിൽ വന്നിട്ടുള്ള ഖത്തർ സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടി നിലവിൽ വന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സി വാലറ്റ് ആപ്ലിക്കേഷൻ. ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വളരെ ലാഭകരമായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാൻ സാധിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ രണ്ട് ആപ്ലിക്കേഷൻസിൽ ഏത് ആപ്ലിക്കേഷനിലൂടെ പൈസ അയക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭകരമെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒറീഡോ മണി ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഒറീഡോ മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഒരു 10,000 ഇന്ത്യൻ രൂപ നമ്മൾ ബാങ്കിലേക്ക് അയക്കുമ്പോൾ നമുക്ക് എത്ര ഖത്തർ റിയാൽ അടക്കേണ്ടി വരുമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ ഒരുപാട് എക്സ്ചേഞ്ച് റേറ്റുകൾ കാണാം. ഈ ഒറീഡോ മണിൻ്റെ പ്രത്യേകത, ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒറീഡോ മണി ആപ്ലിക്കേഷനിൽ തന്നെ ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന എക്സ്ചേഞ്ച് മുഖേനൊക്കെ നമുക്ക് പൈസ അയക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കാണിക്കുന്നത് 22.71 ഓക്കെ, ഞാനത് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇന്ത്യൻ രൂപ ഒരു 10,000 രൂപക്ക് വന്നിരിക്കുന്നത് 440.33. അപ്പം 22.71 വെച്ചിട്ടാണ് ഇതിൽ റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കത് ഇനി ടോട്ടൽ എത്ര നമുക്ക് അടക്കേണ്ടി വരും നോക്കാം. ടോട്ടൽ നമുക്ക് ആഡ് ചെയ്യണം 15 റിയാൽ സർവീസ് ചാർജ് ഉണ്ട്. ഓക്കെ, പിന്നെ 15 റിയാൽ സർവീസ് ചാർജ് പ്ലസ് 3 ഉണ്ട്. അതായത് നമ്മുടെ ATM നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒറീഡോ വാലറ്റിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു 3 റിയാൽ അത് വരും. അങ്ങനെ 18 റിയാൽ. ഓക്കെ, മൊത്തം ടോട്ടൽ 455 പ്ലസ് 3 458 റിയാൽ വേണം നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കണം. നാട്ടിലേക്ക് ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ, അത് ഒറീഡോ മണി ആപ്ലിക്കേഷൻ മുഖേന പൈസ അയക്കണമെങ്കിൽ 458 റിയാൽ വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് സി വാലറ്റ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് പൈസ അയച്ചു നോക്കാം. സി വാലറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് ഒരു 10,000 രൂപ അയച്ചു നോക്കാം ബാങ്കിലേക്ക്. ഓക്കെ, ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുത്ത് ഇതിന് ശേഷം നമുക്കൊരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ എത്ര വരും നോക്കാം. ഇവിടെ INR എന്നുള്ള കോളത്തിൽ നമ്മൾ 10,000 രൂപ നമ്മൾ അടിച്ചു കൊടുത്തു. ഇവിടെ വന്നിരിക്കുന്നത് 441.11 ടോട്ടൽ 441 റിയാലാണ്. ഓക്കെ, ഈ 400 ഇവിടെ കറൻസി റേറ്റ് കാണിക്കുന്നില്ല കേട്ടോ. അതായത് ഒരു നമുക്ക് ഇന്ത്യയിലേക്ക് പൈസ അയക്കണമെങ്കിൽ ഉള്ള റേറ്റ് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ നോക്കേണ്ടി വരും. ഓക്കെ, കാൽക്കുലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 10,000-ന് 441.11 കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 22.67 ഇതിൽ റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറീഡോ മണിയാണ് നമുക്ക് ലാഭം. കാരണം ഒറീഡോ മണിയിൽ 22.71 നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറീഡോ മണിയാണ് ലാഭം. സി വാലറ്റിൽ മറ്റു പല ഡിസ്കൗണ്ടുകളുണ്ട്. അതായത് ഇപ്പോൾ റെമിറ്റൻസ് ചാർജ് ഒരു 15 കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഒരു 10 റിയാൽ ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ടോട്ടൽ എല്ലാ സർവീസ് ചാർജൊക്കെ കഴിച്ചിട്ട് നമുക്ക് 446.11 ഖത്തർ റിയാലാണ് നമ്മുടെ നാട്ടിലേക്ക് സി വാലറ്റ് ആപ്ലിക്കേഷൻ മുഖേന നാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഓക്കെ വരുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് ഒരു 10,000 രൂപ അയക്കണമെങ്കിൽ ഒറീഡോ മണിയിൽ 458 റിയാൽ വേണം. എന്നാൽ സി വാലറ്റ് മുഖേന നമ്മൾ പൈസ അയക്കുകയാണെങ്കിൽ 446.11 ഖത്തർ റിയാൽ മതിയാകും. ഓക്കെ.